കോവയ്ക്കാപ്പീരയാണിന്ന്. 1/4 കിലോ കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് അറ്റം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നുറുക്കിയിട്ട് ഒന്നും കൂടി കഴുകി ഇത്തിരി പശയുണ്ടതിൽ അതിങ്ങനെ പത പോലെ പോവും വെള്ളത്തിൽ കഴുകുമ്പോൾ. ഉള്ളി 2 നുറുക്കിയത് 25 എണ്ണം ഉണ്ടാവും. പച്ചമുളക് 4 എണ്ണം, 6 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി 2-3 കഷ്ണാക്കിയതാണിത്. ചതച്ചെടുത്ത് വെക്കാം. 1 മുറി നാളികേരം ചെറുകിയത്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 1 ഹീപ്പ് ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, ചതച്ച് വെച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, 1 കുടംപുളി 4 ആക്കിയതാണ്, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ആദ്യം എല്ലാം മിക്സ് ചെയ്തിട്ട് കോവയ്ക്ക് ചേർക്കാം. ചെറിയ തീയിൽ കുറച്ച് നേരം വേവിച്ചിട്ടാണ് എടുക്കേണ്ടത്. ആദ്യം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് 4-5 തണ്ട് കറിവേപ്പില ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി തിരുമ്മിയിട്ട് വയ്ക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് വേവേണ്ടതിന്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി അടച്ച് വേവാൻ വയ്ക്കാം. ഇപ്പോൾ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്, വെന്തു, പീര കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ. ഇനി ഓഫ് ചെയ്യാം. ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ നല്ല സ്വാദാണ് ഈ കോവയ്ക്കാപ്പീര.